ഒറിജിനൽ പാമ്പ് പിടിച്ച തന്നെയാ ഈ റബ്ബർ പാമ്പ് കാണിച്ചു പേടിപ്പിക്കണേ. നിലവിളിച്ച് മരിക്കാതിരിക്കുക. ഇത് ചവിട്ടിയെ കടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കുറെ നേരം പിടിച്ചോണ്ടിരുന്നത് ഇതിങ്ങനെ ചുറ്റും, അതിൽ കൂടുതൽ ഒന്നും നീ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. അതെ. എനിക്ക് കുറച്ച് കാശ് അയച്ചു തരാൻ പറ്റുമോ? എന്റെ കാർഡും ഇല്ല, ഒന്നുമില്ല. എനിക്കൊരു 5000 വേണമായിരുന്നു. നമ്മുടെ എല്ലാവരുടെ ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. എന്താണ് കുട്ടിയുടെ വീക്ക്നെസ്? അതെച്ചാല് എനിക്ക് എന്തെങ്കിലും നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങ് ഡിച്ച് ചെയ്ത് ഒരുപാട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാശി കയറും. നിങ്ങളുടെ ചോദ്യമാണ് പ്രശ്നം. മേച്ചി സോറി, എന്റെ ഉത്തരമല്ല, ഇച്ചിരി ചോദ്യമാണ് പ്രശ്നം. എന്തൊട്ട് ചോദ്യങ്ങളൊക്കെയാ ചോദിക്കണേ? കൊറോണയുടെ ടൈമില് ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ആ ഒരു വീഡിയോന്റെ താഴെ വന്ന കമന്റ് ആണ് ഇവള് കൊറോണ വന്ന് ചത്തു പോണേന്ന്. അപ്പൊ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടല്ലേ അങ്ങനെ പറയുന്നത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എന്താണെന്നറിയോ, നമ്മൾ ആർക്കും ഒരു ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പോലും അവർക്കൊരു റെസ്പെക്ട് കൊടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രേ പറയുള്ളൂ. എനിക്ക് ഒരു ഭക്ഷണം തന്നില്ലെങ്കിലും കുഴപ്പമില്ല പറയും. ഞാൻ സെൽഫ് റെസ്പെക്ട് ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. ചില സൗഹൃദങ്ങൾ പാരയായി മാറിയിട്ടുണ്ട്. പറയാൻ പറ്റുമോ എന്താ ഇൻസിഡന്റ്? തികച്ചും പേഴ്സണൽ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ചക്കം പക്കത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഇതാ ചെണ്ട കൊട്ടാനൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ആരാന്നറിയോ? നമ്മുടെ സ്വന്തം മേഘ്ന വിൻസെന്റ് ആണ്. മേഘ്ന, സുഖാണല്ലോ? സുഖമായിട്ടിരിക്കുന്നത്. കൊട്ടാൻ അറിയാമോ? എനിക്ക് ഇഷ്ട ചെണ്ട. ആണോ? ചെണ്ട കൊട്ടാനൊക്കെ ഇഷ്ടമാണോ? നമ്മള് ഫുൾ ഫൺ ആണ് കേട്ടോ ഈ സെഗ്മെന്റ്. ഫുൾ ഫൺ ആയിട്ടിരുന്നോണം. നോ സീരിയസ് ടോക്ക്, ഒന്നുമില്ല. ഭയങ്കര ഫുൾ കളി ചിരി മേളം. ഓക്കെ, ആ മേഖലയാണ് ഇനി ഞങ്ങൾക്ക് കാണേണ്ടത്. അപ്പൊ ഇതെന്തിനാന്നറിയോ ചെണ്ടയൊക്കെ തന്നിരിക്കുന്നത്? കൊട്ടാൻ അറിയാമോ? താളത്തിനൊക്കെ കൊട്ടാൻ അറിയോ? ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ചക്കം എന്ന് പറഞ്ഞാൽ ചോദ്യം, പക്കം എന്ന് പറഞ്ഞാൽ ടാസ്ക്. ഓക്കെ, അപ്പൊ ചക്കത്തിലെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ ആൻസർ യെസ് ആണെങ്കിൽ അപ്പം അടിച്ചോണം. ചിലപ്പോ ഇങ്ങനെ അടിക്കാൻ തോന്നും, അങ്ങനെ അടിക്കാൻ തോന്നിയാൽ അങ്ങനെ അടിച്ചു വിട്ടോണം. ഓക്കെ, ആ ചോദ്യം കേൾക്കുമ്പോൾ അതിനനുസരിച്ച് താളത്തിന് ആൻസർ യെസ് ആണെങ്കിൽ അടിക്കണം, നോ ആണെങ്കിൽ അടിക്കണ്ട. യെസ് ആണെങ്കിൽ മാത്രം അടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകും. എന്നിട്ട് അപ്പൊ തന്നെ കുട്ടിക്ക് ഒരു ടാസ്ക് തരും. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഓക്കെ, ഫുൾ ഫൺ. ഓക്കെ, റെഡി? അപ്പൊ ചക്കത്തിലെ ഫസ്റ്റ് ചോദ്യം, ഞാൻ ഒരു സുന്ദരിയാണെന്ന് ഇടയ്ക്കിടെ തോന്നാറുണ്ട്. അതൊരു കള്ളത്തരത്തിലുള്ള ഒരു ആക്ഷനോട് കൂടിയിട്ടുള്ള ഒരു കൊട്ടലായിരുന്നല്ലോ. അതെന്താ ഇടയ്ക്കിടയ്ക്ക് മാത്രം തോന്നുന്നേ? റീൽസ് ഇട്ടിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് കാണുമ്പോഴാണോ ഞാൻ സുന്ദരിയാണെന്ന് തോന്നാറ്? അല്ലല്ല, എനിക്ക് എപ്പോഴാ തോന്നാറ്? എനിക്ക് രണ്ടും തോന്നിയിട്ടുണ്ട്. ഞാൻ സുന്ദരി അല്ല. ഫാമിലൊക്കെ ഇങ്ങനെ പണിയൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്തൊരു കൊല തോന്നും. എല്ലാരും ഇത്ര അധികം സ്നേഹിക്കുന്ന മേഘനല്ലേ? അതിന്റെ ഇടയിലുണ്ടല്ലോ ആരെങ്കിലും വന്ന് മേഘനല്ലേ ചോദിക്കുമ്പോ ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ഫാമിൽ പോകുമ്പോ കോലം എന്താ? കോലം എന്തുട്ടാ, നമ്മുടെ ട്രാക്ക് ഷൂട്ടും ബനിയനും അതായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ഈ കിളക്കലും പിന്നെ ഈ ഹാർവെസ്റ്റ് എടുക്കലും അതൊക്കെ അല്ലേ പരിപാടി. പിന്നെ അതിപ്പോ വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ചേറിലൊക്കെ കിടന്നിട്ടല്ലേ നമ്മള് ചെയ്യാ. ഓഹോ, അപ്പൊ അതുകൊണ്ടിട്ട് അവിടുത്തെ കോലൊന്നും ഏകദേശം മുടിയൊക്കെ ഇവിടെ ഇങ്ങനെ ചുരുട്ടി കയറ്റി വെച്ചിട്ടുണ്ടാവും. അവിടെ പോകുമ്പോഴും മമ്മിയെ കൊണ്ടുപോവോ? പിന്നെ അതാണല്ലേ? അതെ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേനും എനിക്ക് തോന്നി എന്തൊരു കോല അത് എന്റെ പൊന്നെ എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അറ്റയറാണ് സാരി, പൊട്ട്, വള, കണ്ണിങ്ങനെ വിടർത്തി. ഇന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് തോന്നിയോ എനിക്ക് സുന്ദരിയാണല്ലേ? പറയോ? അങ്ങനെയൊക്കെ ഇട്ടിട്ട് കാണുമ്പോഴത്തേനും എനിക്ക് തോന്നിയിട്ടുണ്ട് കൊള്ളാലോ, എന്നെ കാണാൻ കൊള്ളാലോ, കൊച്ചു കള്ളി ഒരു മഞ്ചത്തിയാണെന്നല്ലേ? ശരി, അപ്പൊ നമ്മ അടുത്ത ടാസ്കിലേക്ക് പോവാം. ഓക്കെ, ട്രോള് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്റെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നു എന്നല്ലേ? ഇടക്കിടക്ക് ഞാൻ ക്യാമറ മറക്കുന്നുണ്ടോ എന്നൊരു സംശയം. മറക്കു കുട്ടി, ഇതെല്ലാം മറന്നേക്കൂ.
ഇതൊന്നും നമ്മൾ ഓർക്കണ്ട. ചിത്രത്തിൽ കാണുന്ന, ഞാനൊരു പടം കാണിക്കാം കേട്ടോ. ചിത്രത്തിൽ കാണുന്ന ചില പ്രശസ്തമായ ക്യാരക്ടേഴ്സിന്റെ അവ്യക്തമായ വേർഷൻ കാണാം. അതായത് ഞാൻ കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കില്ല കാണിക്കുന്നുണ്ടാവുക. അപ്പൊ ആ പിക്ചർ കണ്ടിട്ട് ഇത് ഏത് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ആരാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ആരാണ് ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോരോ പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. ദൈവമേ, ഈസിയാണ് മോളെ, ഈസിയാണ്. ആ ഇത് പറഞ്ഞില്ല ഞാൻ ഇവിടെ ഇറക്കി വിടും. സത്യം. ആ അതന്നെ തല്ലി കൊല്ലണോ? പിന്നെ അല്ലേ, മണിച്ചിത്രത്താഴിലെ ഓ മനസ്സിലായില്ലേ, നാഗവല്ലി നാഗവല്ലി ശോഭന, അത് തന്നെ. ഇത് മോഹൻലാലും ശ്രീനിവാസറും. ശ്രീനിവാസറോ? മോഹൻലാലാണ്. ആ മറ്റേതാ, മറ്റേ ആളുടെ പേരെന്താ പറഞ്ഞ? എന്ത് പേര് പറഞ്ഞു? മമ്മീനെ വിളിക്കരുത്. ഞാൻ പറയാം. ആ ഈശ്വര ആ കർത്താവേ, ആ. എല്ലാരും എന്തെന്നാ ഇപ്പൊ പറഞ്ഞാ മതി, പറഞ്ഞാ മതി. അതെ ശ്രീനിവാസറല്ലേ? ആ ശ്രീനിവാസ് സാറ് തന്നെയാണ്. കേട്ടോ, ഒന്നും കൂടെ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ പോയിട്ട് ഞാൻ കേട്ടത് ശ്രീനിവാസർ എന്നാ കേട്ടത്. അതാണ് ഞാൻ ഒന്നും കൂടെ ചോദിച്ചത്. വേണ്ട, എന്താ പറ, ക്യാമറ എനിക്ക് സത്യം കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ആ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തു. പറയൂ. ഇല്ല വേറെ പറ, അങ്ങനെ പകുതിക്ക് വെച്ചിട്ട് പോവില്ലേ. എനിക്ക് ഈ റോഡ് പേരുകളൊക്കെ ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും, പതറിപ്പോയതാണല്ലേ. ഇത് ദാസനും വിജയനും, നാടോടിക്കാറ്റിലേക്ക് ദാസനും വിജയനും ഇല്ലേ, അതാണ് സംഭവം. അത് മനസ്സിലായി. നമ്മുടെ പൃഥ്വിരാജ് എല്ലാ സിനിമയും കാണാറുണ്ട്. കണ്ടി. ഓക്കെ, സിനിമ ഇവിടെ പെട്ട്. മോഹൻലാൽ സർ. ഏത്? ഇതൊന്നും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ ലാലേട്ടനാന്ന് മനസ്സിലായേ? ഒരു പിടുത്തം കണ്ടിട്ട്. ആ എന്ത് കണ്ടിട്ട് ലാലേട്ടനാന്ന് തോന്നിയേ? ലാലേട്ടനല്ല, പിന്നെ ആരാ? പിന്നെ ആരാന്ന് പറ. അറിയില്ല ചേച്ചി. ആണോ? ഇപ്പൊ ലാലേട്ടനാണേലും ഏത് സിനിമയായിരിക്കും? അതും അറിയില്ലേ? അപ്പൊ ഇപ്പൊ ലാലേട്ടനും അല്ലേ? നമുക്കത് മായ്ച്ചു കളയാം. അങ്ങനെ വായിക്കാൻ പറ്റൂല, നമ്മൾ എഴുതി ചേർത്തൊന്നും വായിച്ചു കളയില്ല. ഇറേസർ ഇല്ല. അറിയത്തില്ല. ഞാനൊരു ക്ലൂ തരട്ടെ. തമിഴ് മൂവിയാണ്. തമിഴ് മൂവിയാ? ജയിലറാണ്. എവിടെ നിന്നൊക്കെ ആൻസർ പറഞ്ഞു തരുന്നുണ്ട് അവര്. ഞാൻ മനപ്പുറം പറഞ്ഞതാ. കേട്ടു ആണല്ലേ? ചേച്ചി കേട്ടില്ലേ? എനിക്ക് കറക്റ്റ് ആയിട്ട് കേട്ടു. ഞാൻ പറയാൻ സത്യസന്ധത, നമ്മുടെ സത്യസന്ധത. അങ്ങനെ കേട്ട് പറഞ്ഞു ലാലേട്ടൻ തന്നെ ജയിലറിലെ നമ്മുടെ രജനീകാന്തിന്റെ കൂടെ. നമ്മുടെ ലാലേട്ടനെ എങ്ങനെ കണ്ടാലും നമുക്ക് മനസ്സിലാവും. അത് തന്നെ. ഇതേതാ ഫോട്ടോ? ഇത് ഇത് നമ്മുടെ ഹരിശ്രീ അശോകൻ സർ. ഒരൊറ്റ മൂവി വിടാതെ കാണുന്നുണ്ടല്ലേ? ഇത് ഏതാ? മറ്റേ ചോറ്. അത് തന്നെ. ഇതോ? ജയസൂര്യ അല്ലേ? ഏതാ? ഞാൻ പറയാ. അയ്യോ, ഈ മുണ്ട് എനിക്ക് നല്ല മുണ്ടിന് പരിചയം ഉണ്ടെങ്കിൽ പറയൂ. അയ്യോ, കിട്ടുന്നില്ല. ക്ലൂ വേണോ? വേണ്ട. നല്ല ക്ലൂ തരാം. നമ്മൾ ഈ കമ്പനിയായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു പേരാണ്. ഈ കമ്പനി ആയിട്ടോ? ആരും മിണ്ടരുത്. ഇവിടെ എല്ലാവർക്കും മേഘനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാരും ഹെൽപ്പ് ചെയ്യണം. ആട് ഇതിൽ ആരാ? അത് ക്യാരക്ടറിന്റെ പേരെന്താ? ക്യാരക്ടറിന്റെ പേര് മറന്നു. പക്ഷെ ഞങ്ങളുടെ ചാനലിന്റെ പേരെന്താ? മൈൽ സ്റ്റോൺ. മൈൽ സ്റ്റോൺ എന്നുള്ളത് വേറൊരു പേരും കൂടെ ഉണ്ടല്ലോ നമുക്ക്. ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനലിൽ വേറൊരു പേരുണ്ട്. അതേതാ? ഇതൊന്നും അറിയാണ്ടാണ് ഇവിടെ വന്നിരിക്കുന്ന കുട്ടി. അതേതാടാ? ഷാജി പാപ്പൻ. ഷാജി പാപ്പൻ. ഇതോ? ഇതെന്തൊട്ട് കാണിക്കണേ? ഇതെന്താ കാണിക്കണേ? ഇത് മനസ്സിലായില്ലേ? ചെളിക്കുത്ത്. അതന്നെ. ഇതേതാ? ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതെനിക്കറിയത്തില്ല. സുരാജേട്ടന്റെയാണ്. ആണോ? എനിക്കറിയത്തില്ല. ഓക്കെ. ഇത് നമ്മുടെ പേര് പറ. മമ്മൂട്ടി. CBI-ലെ. ഓക്കെ, അത്രേ ഉള്ളെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്ത ചക്കത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം. ചോദ്യങ്ങൾ എവിടെ? പെട്ടെന്ന് പോകട്ടോ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ആളുകളോട് വല്ലാത്ത പുച്ഛമാണ്. യെസ്, പറയൂ. എന്തിനാ പുച്ഛിക്കുന്നത് അവർ ഒളിഞ്ഞു നോക്കിട്ട് പൊക്കട്ടെ എന്ന് വെച്ചാ പോരെ? പുച്ഛത്തിനെക്കാട്ടി കൂടുതല് എനിക്ക് പാവം തോന്നുന്നു.
പാവം തോന്നുന്നു. അവരോട്. ആണോ? ആ. ആഹാ, എന്തിന്? എന്തോ ഒരു ഇൻസെക്യൂരിറ്റി, സോറി, ഇല്ല. എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിട്ടല്ലേ അത് എനിക്കോ അല്ലെങ്കിൽ എനിക്കതിനൊന്നും പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനൊക്കെ അവർക്ക് സമയം. സത്യം പറഞ്ഞ ചില കമന്റുകളൊക്കെ കാണുമ്പോണ്ടല്ലോ, ഇതിങ്ങനെ എഴുതിയിരിക്കും കേട്ടോ. ഞാൻ ആരുടെയും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ പോയിട്ട് അങ്ങനെ ഒരു കമന്റ് ഞാൻ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ മറ്റുള്ളവരുടെ പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്, നോക്കാറുണ്ട്. അല്ലേ? പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്, നോക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നല്ലതായിട്ടും കമന്റ് ചെയ്തിട്ടില്ല. സത്യത്തില് ഒരു കമന്റ് ഞാൻ ഇപ്പൊ പറയാം കേട്ടോ. ഇവള് കൊറോണ വന്നങ്ങ് ചത്തു പോണേന്ന്. ഇങ്ങനെ കൊറോണയുടെ ടൈമില് ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ആ ഒരു വീഡിയോന്റെ താഴെ വന്ന കമന്റ് ആണ്, ഇവള് കൊറോണ വന്ന് ചത്തു പോണേന്ന്. ഇങ്ങനെയൊക്കെ എങ്ങനെയാ? അപ്പൊ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടല്ലേ അങ്ങനെ പറയുന്നത്. ഇപ്പൊ എനിക്ക് ഒരാള്, നമ്മൾ എന്തൊക്കെ ഇപ്പൊ കുറ്റം പറയണമെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരാള് ചത്തു പോണെന്നൊക്കെ പറഞ്ഞ അതിങ്ങനെ ദ്രോഹം എന്ത് ചെയ്തിരിക്കുന്നു, അതെനിക്ക് അറിയാത്ത ഏതോ അങ്ങനത്തെ കാണുമ്പോ പോയിട്ട് റിപ്ലൈ കൊടുക്കും. ഇല്ല. ഞാൻ എവിടെ ചേച്ചി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്? അത് കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് പാവം തോന്നും എനിക്ക്. അവർക്ക് എന്തോ ഒരു ഇൻസെക്യൂരിറ്റീസോ എന്തൊക്കെയോ ഒരു ഇതായിട്ടല്ലേ അവരങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അകത്താണല്ലേ പ്രശ്നം. അങ്ങനെ തോന്നും. ഓക്കെ, ശരി, നമുക്കിനി അടുത്ത ടാസ്കിലേക്ക് പോവാം. ടാസ്ക് എവിടെ? ആക്ടിംഗ് സെഗ്മെന്റ് ആണ് കേട്ടോ. ആക്ടിംഗ് സെഗ്മെന്റില് എന്റെ ഉത്തരമല്ല, നിങ്ങളുടെ ചോദ്യമാണ് പ്രശ്നം. എനിക്കതറിയാം, തന്നോളൂ. എന്റെ ഉത്തരമല്ല, നിങ്ങളുടെ ചോദ്യമാണ് പ്രശ്നം. അത് ആക്ട് ചെയ്ത് കാണിക്കുക. സാരമില്ല, വേണം, ഞാൻ പിടിക്കാം. എന്നാ ശരി, അഭിനയിച്ചോളൂ. അല്ല, ഡയലോഗില് കാണിക്കുക. ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കാന്നല്ല. ഡയലോഗ് വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യലേ. എന്റെ ഉത്തരമല്ല, നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊക്കെ പറയില്ലേ, നിങ്ങളുടെ ചോദ്യമാണ് പ്രശ്നം എന്നൊക്കെ. അങ്ങനെ എന്നോട് ദേഷ്യപ്പെടാൻ, ഈ പാവമായി എന്നോട് ദേഷ്യപ്പെടാൻ അങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കൂ. അങ്ങനെ ഞാൻ മാക്സിമം എങ്ങനെയാ പറയാൻ അറിയാം. സോറി, എന്റെ ഉത്തരമല്ല, ചേച്ചിയുടെ ചോദ്യമാണ് പ്രശ്നം. എന്തൊട്ട് ചോദ്യങ്ങളൊക്കെയാ ചോദിക്കണേ? മതി, അവർക്ക് സാധനം കിട്ടി. മതിയില്ലേ? മതി. അയ്യോ ഈശ്വരാ, ഇനി ചേട്ട ഞാൻ അഭിനയിച്ച് കാണിക്കണം. അല്ല, അതൊന്നും അല്ല. മനസ്സിലായി. റെഡി. മൂന്നാമത്തെ, ചില സീരിയലുകളുടെ അണിയറ പ്രവർത്തകർ ഒരു കലാകാരി എന്ന നിലയിലുള്ള ബഹുമാനവും പരിഗണനയും തരാതെ പെരുമാറിയത് വേദനിപ്പിച്ചിട്ടുണ്ട്. ചില സീരിയലുകളുടെ അണിയറ പ്രവർത്തകർ ഒരു കലാകാരി എന്ന നിലയിലുള്ള ബഹുമാനവും പരിഗണനയും തരാതെ പെരുമാറിയത് വേദനിപ്പിച്ചിട്ടുണ്ട്. പറയാമോ ഏത് സീരിയലായിരുന്നു? വേണ്ട, എനിക്കത് വേണ്ട. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എന്താണെന്നറിയോ, നമ്മൾ ആർക്കും ഒരു ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പോലും അവർക്കൊരു റെസ്പെക്ട് കൊടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രേ പറയുള്ളൂ. എനിക്ക് ഒരു ഭക്ഷണം തന്നില്ലെങ്കിലും കുഴപ്പമില്ല പറയും. ഞാൻ സെൽഫ് റെസ്പെക്ട് ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാ. അപ്പോ ആ റെസ്പെക്റ്റിൽ വേറൊരു രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ശരി. ഞാൻ ഇനി പക്കത്തിലേക്ക് പോകുന്നേ. ഇനി അച്ചാമ്മ ചേട്ടത്തിയുടെ, അതായത് അച്ചാമ്മ ചേട്ടത്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രേക്ഷകയാണ് കേട്ടോ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വലിയൊരു ഹാർഡ് കോർ ഫാൻ ആണ്, നമ്മുടെ പ്രേക്ഷകയാണ്, നമ്മുടെ എല്ലാ പ്രോഗ്രാംസും കാണുന്ന ഒരു ചേട്ടത്തിയാണ്. അച്ചാമ്മ ചേട്ടത്തിയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് ചോദ്യത്തിന് ഉത്തരം നൽകുക, അതാണ് അടുത്ത ടാസ്ക്. അപ്പൊ അച്ചാമ്മ ചേട്ടത്തിനെ ഞാനിപ്പോ കണക്ട് ചെയ്യാം. ഓക്കെ, സംസാരിച്ചോ. സ്പീക്കർ ഇടട്ടെ? സ്പീക്കർ ഓൺ ആണല്ലോ. നമ്മുടെ ഫാമിലി ആയിട്ട് വളരെ. ഹലോ, അച്ചമ്മ ചേട്ടത്തിക്ക് സുഖാണോ? പരമാനന്ദ. ചായയൊക്കെ കുടിച്ചോ? അയ്യോ, സമയത്രേ? 7 മണി 8 മണിയോ ആണോ? അത്താഴത്തിന്റെ സമയം. അത്താഴത്തിന്റെ സമയമല്ല. ഇവിടെ രമ്യ ചേച്ചിയോട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഭക്ഷണം കഴിച്ചോ? എന്നാ? അത് ശരി. ഇവിടെ രമ്യ ചേച്ചി എന്നെ പതിച്ചോണ്ടിരിക്ക കൊറേ നേരായിട്ട്. ഞാൻ മുള്ളുമേലാ. അങ്ങനെയൊന്നും എന്റെ രമ്യ ചെയ്യത്തില്ല. ഈ ഇന്റർവ്യൂ വരുമ്പോ കണ്ടോളോട്ടാ, അപ്പൊ മനസ്സിലാവും. ഈ ഇന്റർവ്യൂ വരുമ്പോ കണ്ടോളോട്ടാ, അപ്പൊ മനസ്സിലാവൂന്ന്. പാവാണ്. ശരി, പാവം ചേച്ചിയാ. രമ്യ എടുത്ത് കൊടുത്തേന്ന്. ആണോ?
എന്താ ചേർത്തി എന്താ പറയൂ ചേച്ചി. എന്താണ് അവര് പറഞ്ഞ പതിക്കണായിരുന്നു പറഞ്ഞ എന്താണ് വധിക്കണതോ? അത് ചുമ്മാ പറയണല്ലേ മേഘന. സീരിയസ് മേഘന വെറുതെ പറയാത്. മേഘനെ മനസ്സിലായില്ലേ ഈ ചേട്ടത്തിക്ക്? മേഘനെ മനസ്സിലായി. ആ, നമ്മുടെ ചന്ദനമഴയിൽ അമൃത. അറിയാം. ആ ഓക്കെ, മേഘനയാ സംസാരിച്ചത് ചേട്ടത്തിന്റെ അടുത്ത്. ആ എന്ത് ദുഷ്ടയാണല്ലേ ചേച്ചി മേഘന അങ്ങനെ പറയണെങ്കില്. അല്ല ഞാൻ എന്ത് പാവാ മേഘന, എന്ത് ദുഷ്ടയായിരിക്കണം അങ്ങനെ പറയണെങ്കില് അല്ലേ? ആ ഇല്ല ചേച്ചി, അത് വെറുതെ പറഞ്ഞതാ, തമാശക്ക് പറഞ്ഞതാ. ഞാൻ മേഘനയ്ക്ക് കൊടുക്കട്ടെ? എന്തോ പറയാനില്ലേ ചേച്ചിക്ക് മേഘനയുടെ അടുത്ത്? എന്തോ മേഘനയുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഞാൻ കൊടുക്കട്ടെ ഫോൺ? ആ ഹലോ. ആ രമ്യ ചേച്ചി രമ്യ പാവന്ന്. രമ്യ ചേച്ചി പാവാണ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. എന്നെ കുറിച്ച് തന്നെയാണല്ലോ ഞാൻ. താങ്ക് യു ആന്റി. ആ ഇപ്പൊ ഹൃദയം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചെയ്യുന്നുണ്ട് സൂര്യ ടിവിയില്. ആ അത് നടന്നോണ്ടിരിക്കുന്നു. രാത്രി 10 മണിക്കുണ്ട്, കണ്ടോളൂട്ടാ. ആ 10 മണിക്ക്. കട്ട് ചെയ്യാം. ഓക്കെ എന്നാ ശരി. എന്നാ ചേട്ടത്തി കട്ടായി. ഓക്കെ എന്നാ ശരി. ഈ ഇന്റർവ്യൂവിന് വരാൻ ഏക ആകർഷിച്ച കാര്യം രമ്യ നിഖിൽ എന്ന അവതാരകയാണ്. ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോ അടുത്ത ചക്കത്തിലെ ചോദ്യം അതാ. ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതല്ല. ആണോ അല്ലയോ എന്ന് പറഞ്ഞാ മതി. പറ്റൂല, എന്നെ ഇഷ്ടം പറഞ്ഞിട്ട് ഒറ്റ കോട്ടയുള്ളോ. ആ അങ്ങനെ നിക്കട്ടെ. പക്ഷെ അതല്ല, ഞാൻ അല്ലായിരുന്നു എന്നുണ്ടായിരുന്നാലും ഇന്നത്തെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നാൽ തീർച്ചയായിട്ടും മേഘന വരില്ലായിരുന്നോ? അങ്ങനെയല്ലേ ചേച്ചി? വിളിച്ചപ്പോ തന്നെ ഞാൻ ചോദിച്ചു. പാമ്പാണോ? മനുഷ്യൻ മേടിച്ചു പോയി. പാമ്പാണോ? പാമ്പല്ലേ? ഇന്നാ റബ്ബർ പാമ്പ്, ഒറിജിനൽ പാമ്പ് പിടിച്ചു തന്നെയാ. റബ്ബർ പാമ്പ് കാണിച്ചു. എന്തിനാ കുട്ടി പേടിച്ചേ? എന്തിനാ കിടന്ന് കീറണോ? വല്ലത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലോ? എനിക്ക് പാമ്പിനെ പിടിച്ചിട്ട് ശീലമൊന്നും ഇല്ലല്ലോ. എനിക്ക് അതൊന്നും. ഇതാണെങ്കിൽ സാരിയിൽ കിടക്കണ എന്ത് സാധനം, ഇനി ഇടിഞ്ഞ് താഴത്തേക്ക് പോവാണോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണോ? ഒറിജിനൽ പാമ്പ് പിടിച്ചു തന്നെയാ ഈ റബ്ബർ പാമ്പ് കാണിച്ചു പേടിപ്പിക്കണേ. അല്ല, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പേടിച്ച് വരച്ചിട്ടേ അയ്യോ എല്ലാം പേടിച്ചിട്ട് ഓ പാമ്പായിരുന്നു ഒന്ന്. പാമ്പിനെ കണ്ടപ്പോ പേടിയേ ഇല്ലെന്നായോ? അങ്ങനെയല്ലേ ചേച്ചി? പാമ്പിനെക്കാട്ടി പേടി മനുഷ്യരെയാ, സത്യം പറയാലോ. ശരിക്കും അല്ലേ? ആ അതെ, അതിനൊക്കെ ഒറ്റ സ്വഭാവമല്ലേ ഉള്ളൂ പാമ്പിന്. മനുഷ്യർ എപ്പോഴാ ഏത് ക്യാരക്ടറായിട്ട് മാറണേ കണ്ടാ ഞാൻ തന്നെ ഇപ്പൊ പേടിപ്പിച്ചില്ലേ വെറുതെ. ഇതിപ്പോ ഈ പാമ്പിനെ പിടിക്കണോ? ആ വെറുതെ. അടുത്ത് പാമ്പിനെ പിടിച്ചോണ്ട് അടുത്ത ഡയലോഗ് പറഞ്ഞു. ഓക്കെ. എന്റെ നാഗരാജാവി അതാണോ? അതാണ് ഏതാ ആ ഡയലോഗ്? ആ ഡയലോഗ് പറഞ്ഞു, ചന്ദ്രമഴയിലെ ഡയലോഗ്. എനിക്ക് കാണാപ്പാട് അറിയത്തില്ല, ഞങ്ങൾക്ക് കംപ്ലീറ്റ് പ്രോംപ്റ്റിംഗ് അല്ലേ. അയ്യോ എന്നാലും അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ബാക്കി തന്നെ ഇട്ടോ, കൈ നീട്ടി ഇട്ടോ. കൈ നീട്ട് പറഞ്ഞോ. എന്നാ വേറെ എന്തെങ്കിലും ഡയലോഗ് ഇട്ടോ. എന്തെങ്കിലും പറഞ്ഞു പാമ്പിനോട് എന്തെങ്കിലും പറയൂ. ആ പാമ്പിനെ കണ്ടിട്ട് എന്തോ തോന്നുന്നു? പാമ്പിനെ കണ്ടിട്ട് എന്ത് തോന്നാൻ? എന്നെ കണ്ടിട്ട് എന്തൊക്കെയോ എന്ന് പറഞ്ഞ പോലെ പാമ്പിനെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അതിനെ കണ്ട് എന്തോന്നുന്നത്? ചവിട്ടിയൊക്കെ അടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കുറെ നേരം പിടിച്ചോണ്ടിരുന്നത് ഇതിങ്ങനെ ചുറ്റും. അതിൽ കൂടുതൽ ഒന്നും നീ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. അതെ, കൂടിപ്പോയൊന്ന് നമ്മളെ കൊല്ലും, കടിക്കും, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞേ, അറിയാലോ ഇത് കടിക്കും, ഇത് ചുറ്റും ഒക്കെ അറിയാലോ. മനുഷ്യരെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റൂല. എന്നാലും സമ്മതിക്കണം കേട്ടോ, ആ ഒരു ഇതില് ശരിക്കും ഒറിജിനൽ പാമ്പിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണെന്ന് ഫസ്റ്റ് കേട്ടപ്പോ തന്നെ ഓക്കെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇല്ല പറ്റില്ല സാർ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെയായിരുന്നോ? കട്ടയ്ക്ക് ഇല്ലില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെന്ന് വെച്ചാ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഡയറക്ടറിന് അറിയാം നമ്മുടെ എല്ലാവരുടെ ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. എന്താണ് കുട്ടിയുടെ വീക്ക്നെസ്? അതെച്ചാല് എനിക്ക് എന്തെങ്കിലും നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരുപാട് അങ്ങ് ഡിച്ച് ചെയ്ത് ഒരുപാട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാശി കയറും, നാഗവല്ലിയായി. പിന്നെ ഞാനത് ചെയ്തിട്ടേ അടങ്ങും. അപ്പൊ അങ്ങനെയാണ് സാർ അവിടെ വീഴ്ത്തിയത്. നിനക്ക് പാമ്പിനെ പിടിക്കാൻ പറ്റില്ല. ഭയങ്കര 2-3 ദിവസം
സാർ അത് കഴിഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞത് എനിക്കറിയായിരുന്നു നീ അങ്ങനെ പറഞ്ഞാലേ നീ ചെയ്യത്തുള്ളൂ എന്ന്. ഓഹോ. അങ്ങനെ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാല് പിന്നെ എനിക്കത് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു വാശിയാണ്. ആ, ഓക്കെ. വാശിയല്ല, അത് എന്നോട് തന്നെ എനിക്ക് പ്രൂവ് ചെയ്യുന്ന പോലെയാ. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലേ, അതെന്താ എനിക്ക് ചെയ്യാൻ പറ്റാത്തെ, അത് അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വേറെ ആരോടും പ്രൂവ് ചെയ്യുന്നില്ല, എനിക്ക് എന്നോട് തന്നെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നും. സ്വന്തം പേരിൽ പുറത്തിറങ്ങുന്ന ട്രോളുകൾ കണ്ട് സ്വയം ചിരിക്കാറുണ്ട്. ഇപ്പൊ എങ്ങനെ പറയാ, ചിരിക്കാറുണ്ടെങ്കിൽ യെസ്, ചിരിക്കാറില്ലെങ്കിൽ ഇല്ല. ഫസ്റ്റ് ഇല്ല, ഇല്ല, ഇപ്പൊ ചിരിക്കും. അതെ, ഓക്കെ, ശരി. അപ്പൊ അടുത്ത പക്കം. അങ്ങനെ ഏറ്റവും കൂടുതൽ ചിരിച്ചിരിക്കുന്നത് ഏത് ട്രോൾ കണ്ടിട്ടാ? ചെന്നൈ, മുംബൈ എന്തൊക്കെയാ പറഞ്ഞിരിക്കണേ. അത് പെട്ടെന്ന് ചോദ്യം കേൾക്കുമ്പോ ശ്രദ്ധിക്കാതെ അല്ലേ, അതില് ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയതല്ലേ. ഇനി നമുക്ക് അടുത്ത പക്കത്തിലേക്ക് പോവാം. ഫസ്റ്റ്, അതായത് ഞാനിപ്പോ പറയുന്ന ഓരോ കാര്യത്തിലും ഫസ്റ്റ് എന്താണ്, ആരാണ് എന്നുള്ള ആളുടെ പേരാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ പേരാണ് അറിയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സീരിയൽ ഏതാ? ഫസ്റ്റ് സീരിയൽ സ്വാമി ശരണയ്യപ്പ. ഓക്കെ, ഫസ്റ്റ് ഹീറോ? ഓർമ്മയുണ്ടോ? ഇല്ലില്ല, അതിന് മുൻപ് ചെയ്തിട്ടില്ല അമ്മ. ചന്ദ്രമഴയ്ക്ക് മുമ്പല്ലേ ദൈവം തந்த വീട്. അങ്ങനെ ഒരു ഹീറോയിൻ ബേസിൽ ഞാൻ ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ദൈവം തந்த വീടും ഇതുവാ ചന്ദനമഴ, അങ്ങനെയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹീറോ ബേസിൽ പറയുവാണെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജേഷ്. അതിന് മുൻപാണ് തമിഴ് സുബ്രഹ്മണ്യൻ. ഇല്ലില്ല, തമിഴ് ചെയ്തോണ്ടിരുന്നത് അവിടെ രാജേഷ് എന്ന് പറഞ്ഞ രാജേഷ്. ഓക്കെ, മലയാളത്തില് സുബ്രഹ്മണ്യൻ അല്ലേ? ഓക്കെ, ശരി. ഇനി ഫസ്റ്റ് ഇന്റർവ്യൂ ഫസ്റ്റ് ഓർമ്മയില്ല ചേച്ചി. ഓർമ്മയില്ല, ശരി. ഫസ്റ്റ് ഫോൺ കോളോ? ആദ്യം വന്ന ഫോൺ ഏതാ, ആരുടെയാ, എന്താ, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വന്ന ഫോൺ എടുത്ത ഉടനെ ഫസ്റ്റ് ഇപ്പൊ മൊബൈലിലാണെങ്കിൽ, അല്ലാതെ ഇപ്പൊ ലാൻഡ് ഫോൺ ഒന്നും ഓർക്കാൻ പറ്റില്ലല്ലോ. മൊബൈലിൽ ആദ്യം വിളിച്ചത് ആരായിരുന്നു? അമ്മയായിരിക്കും. ആണല്ലേ? പാവം, അമ്മയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. എവിടെ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാൽ അവള് വിടൂലല്ലോ. ഓക്കെ, ഇനി ഫസ്റ്റ് ലവ് ലെറ്റർ കൊടുക്കുകയായിരുന്നു വാങ്ങുകയായിരുന്നു? ലവ് ലെറ്റർ വാങ്ങുമായിരുന്നു. ആരിൽ നിന്ന്? ആ ലെറ്റർ ആണെന്ന് മനസ്സിലായില്ല. ആരെങ്കിലും പിന്നെ എങ്ങനെ, എന്താന്ന് മനസ്സിലായത്? അത് എന്തോ ഇങ്ങനെ തന്നു, അത് എന്താന്ന് മനസ്സിലായില്ല. തുറന്നു നോക്കിയപ്പോഴാണ് ഇതുപോലെ ലവ് ലെറ്റർ ആണെന്ന് മനസ്സിലായത്. ഓഹോ, അത് ആരുടെയായിരുന്നു ലവ് ലെറ്റർ? പേര് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല കേട്ടോ. എന്നാ ഞാൻ പറയാം പേര്. അനൂപോ? അതാരാ? അതൊരാളാണ്, ലവ് ലെറ്റർ തന്ന ഒരാളുടെ പേരല്ലേ അനൂപോ? അനൂപൊന്നുമില്ല. ഒന്ന് കൂടെ പഠിച്ച ആൾക്കാർ ഇങ്ങനെ മറന്നു പോവോ? മേഘന അനൂപ് എന്ന് പറഞ്ഞൊരാളോ? മേഘനയുടെ കൂടെ പഠിച്ചേ അനൂപാണ് ഞങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞത്, ഞാനാണ് അവൾക്ക് ഫസ്റ്റ് ലവ് ലെറ്റർ കൊടുത്തതെന്ന്. എനിക്ക് പേരറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് കൺഫേം അറിയില്ല. പഠിച്ച ആളുടെ പേര് അറിയുന്നില്ല എന്നല്ലേ? കൂടെ പഠിച്ച കോളേജ് മേറ്റ് ആയിരുന്നു, ബട്ട് ഒരേ ക്ലാസ്സിലൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ വരാന്തയിലൊക്കെ വെച്ച് കണ്ടിട്ട് അങ്ങനെയുള്ള ഒരു ലവ് ലെറ്റർ ആയിരുന്നു. അനൂപിന്റെ അടുത്ത് സോറി പറഞ്ഞേക്കാം. അനൂപ് സോറി എന്ന് പറഞ്ഞേക്കൂ. എനിക്ക് ലവ് ലെറ്റർ തന്നിട്ടുണ്ടോ? ഇന്നാണത് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണത് ഞാൻ അറിയുന്നത്. സോറി പറഞ്ഞേക്ക്. ലവ് ലെറ്റർ അല്ലേ തന്നെ? അതെ, ഒരു അല്ല, നമുക്കിപ്പോ ആളെ ഓർമ്മയില്ല എന്ന് പറഞ്ഞതിന് സോറി പറഞ്ഞേക്കാനാ പറഞ്ഞത്. ഒരു സോറി അല്ലേ? സോറിടോ. ശരി, ഓക്കെ, വിട്ടേക്കൂ. ഇനി അടുത്ത ചക്കത്തിലെ 10ാമത്തെ ലാസ്റ്റ് ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ചില സൗഹൃദങ്ങൾ പാരയായി മാറിയിട്ടുണ്ട്. പറയാൻ പറ്റുമോ എന്താ ഇൻസിഡന്റ്? തികച്ചും പേഴ്സണൽ. ശരി, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പക്കത്തിലേക്ക് പോവാം. അപ്പൊ പക്കത്തിലെയും ലാസ്റ്റ് ടാസ്ക് ആണ് കേട്ടോ. പ്രാങ്ക്, ഒന്നെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു സെലിബ്രിറ്റീനെ പ്രാങ്ക് കോൾ ചെയ്യണം, ഇപ്പൊ വിളിച്ചിട്ട് അവരെ പറ്റിക്കണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ ഹാൻഡ് ബാഗിനകത്ത് എന്താ ഉള്ളതെന്നൊന്ന് കാണിച്ചു തരണേ, അത്രേ ഉള്ളൂ. ഹാൻഡ് ബാഗ് ഞാൻ സത്യമായിട്ട് എടുത്തിട്ടില്ല. ഇല്ല, അപ്പൊ പിന്നെ നമുക്ക് ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. ഏത് സെലിബ്രിറ്റീനെ വിളിച്ച് പറ്റിക്കും? ഒരു പ്രാങ്ക് കോൾ. ഗൗരി ഞെട്ടിപ്പോയി. ഞാനിപ്പോ വിളിച്ച കൊറേ നാളായി അവളെ വിളിച്ചിട്ട്. എന്താ ഏതെങ്കിലും ഒരാളെ ഞാൻ ആരെ വിളിക്ക? നിഖിലിനെയാ? നിഖിലിനെ വിളിക്കാം. കിട്ടിയാ കിട്ടി. 25 ഹലോ.
നമസ്കാരം. എടാ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. ആക്ച്വലി ഞാൻ ബാംഗ്ലൂരുണ്ട്. ആ. ആണോ? അല്ല, ഞാൻ എന്താന്നറിയോ ഞാൻ വിളിച്ചേ? ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ. എന്റെ പേഴ്സ് കാണുന്നില്ല. അത് ആരോ കൊണ്ടുപോയോ എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. ആ, അപ്പോ എനിക്ക് ഇവിടെയാണെങ്കിൽ ഞാൻ ഷോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുവാ. എന്റെ ഫോൺ മാത്രമേ കയ്യിലുള്ളൂ. എനിക്ക് കുറച്ച് കാശ് അയച്ചു തരാൻ പറ്റുമോ? എന്റെ കാർഡും ഇല്ല, ഒന്നുമില്ല. എനിക്കൊരു 5,000 വേണമായിരുന്നു. ഹലോ, എടാ, പ്രാങ്ക് ആയിരുന്നു. നീ ഞാനൊരു ഇന്റർവ്യൂല് ആക്ച്വലി. എന്നാലും നിന്റെ മനസ്സ് ഞാൻ സമ്മതിച്ചിട്ടോ. എന്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നീ ഗൂഗിൾ പേ ഓപ്ഷൻ പോലും നീ ചോദിച്ചില്ലല്ലോ. നീ അയച്ചു തരാന്ന് പറഞ്ഞല്ലോ എന്തായാലും. സീരിയസ്ലി. എന്താ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിന്റെ മൈൻഡിലുണ്ടായിരുന്നു. നിന്നെ പറ്റിക്കാൻ ഭയങ്കര സുഖാണല്ലോ. ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല, ഗൂഗിൾ പേ പോലും ചിന്തിച്ചില്ല. ഓ, 50,000 ആണെങ്കിൽ ഇട്ടാറത്തില്ലായിരുന്നു അല്ലേ? ഓഹോ, ആ ഒരു ഉറപ്പ് അവനുള്ളത് കൊണ്ടാണ്. അതെ, കൂടെ രമ്യ ചേച്ചിയാണ് ഇന്റർവ്യൂർ. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം. നീ ബിസി ആണോ? ഷൂട്ടിലാണോ? ഓക്കെ, അപ്പൊ 2 minutes. ഹായ് നിഖിൽ. ഹായ്, സുഖാണോ? ഐ എം ഗുഡ്. സുഖം. ഓക്കെ. വെറുതെ നമ്മള് മേഘനയുടെ അടുത്ത് പറഞ്ഞു ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒന്ന് പ്രാങ്ക് ചെയ്യാനായിട്ട് ഒരു ടാസ്ക് കൊടുത്തു. അപ്പം മേഘന ഇങ്ങനെ ആരെ വിളിക്കും എന്നൊക്കെ ആലോചിച്ചപ്പോ ഫസ്റ്റ് മേഘനയുടെ മനസ്സിൽ ഓക്കെ നിഖിലിനിട്ട് തന്നെ പണി കൊടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ സമ്മതിക്കണം കേട്ടോ നിഖിൽ, ഞങ്ങൾ എല്ലാരും എന്നാലും ആ ഒരു നല്ല മനസ്സ് തന്നെയാണ് കേട്ടോ. അപ്രീഷിയേറ്റ് ചെയ്യണു. പിന്നെ നിഖിലിന്റെ ഓർമ്മയുണ്ട്, ഫസ്റ്റ് നിഖിൽ മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ തന്നത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഫസ്റ്റ് ഓർമ്മയുണ്ടല്ലേ? അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാള് പിന്നെ ബിഗ് ബോസിൽ ഇപ്പൊ വന്നു അല്ലേ? അതെ. അപ്പൊ ഓക്കെ, എന്തായാലും ശ്രീതു അല്ലേ ഇപ്പൊ പോയത് ബിഗ് ബോസില്? കൂടെ ഉണ്ടായിരുന്നു. ഹലോ, ശ്രീതു അല്ലേ ഇപ്പൊ ബിഗ് ബോസിൽ പോയതെന്ന് പറയതേ? ഓക്കെ, ഇവിടെ എല്ലാരും പറയും എനിക്ക് നമ്മൾ നേരിട്ട് പരിചയമില്ല, പക്ഷെ ഇവിടെ എല്ലാരും നമ്മുടെ ടെക്നിക്കൽ സൈഡില് നമ്മുടെ ക്യാമറ, നമ്മുടെ പ്രൊഡ്യൂസർ, ഇവരെല്ലാരും എപ്പോഴും പറയും നിഖിൽ വന്ന ഇന്റർവ്യൂ വളരെ നന്നായിരുന്നു, വളരെ പാവമാണ്, നല്ല ഒരു ചേട്ടൻ, നല്ലൊരു വളരെ നല്ല സംസാരം ഒക്കെ ഇവരെല്ലാരും പറയും. എപ്പോഴും ഇവര് പറയും നല്ല ഒരാളായിരുന്നു എന്ന്. ശരിക്കും എല്ലാവരുടെ അടുത്തും പറയാം കേട്ടോ. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് വെരി ഫേമസ്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ്, എന്താ നെക്സ്റ്റ് കണ്ടന്റ് എന്താണ്, ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആണോ? ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും ഓക്കെ നിഖിൽ, അപ്പൊ നമുക്ക് കാണാം ഉടനെ തന്നെ. ഓക്കെ, ഒരു ദിവസം കാണാം. ഓക്കെ, ശരി, ബൈ, താങ്ക് യു. മേഘനയ്ക്ക് ഒന്ന് കൊടുക്കാം. ഒരു സെക്കൻഡ്. അപ്പൊ ഓക്കേടാ. ഓ വേണ്ട എടാ, ഞാൻ പറയാൻ വിട്ടോ, ലൗഡ് സ്പീക്കറിലായിരുന്നേ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പാവം. ശരിയടാ, ഞാൻ വിളിക്കാട്ടോ. ബൈ. ഓക്കെ. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് ചക്കം പക്കം നല്ല രീതിയിൽ കളിച്ചു അല്ലേ? താങ്ക് യു. അല്ലേ, നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നല്ല രീതിയിൽ ആൻസർ ചെയ്തു, ടാസ്ക് സൂപ്പർ ആയിട്ട് ചെയ്തു, ടാസ്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു, നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ മേഘന വിൻസെന്റ് നമ്മൾ ഉടനെ തന്നെ അടുത്ത എന്തെങ്കിലും പരിപാടിയുമായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു മേഘന. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ. ചേച്ചിയുടെയും കൂടെ നല്ലൊരു ഫൺ ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് ഐ നെവർ ഫെൽറ്റ് ഒരു ആങ്കർ പോലെയോ എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ക്വസ്റ്റ്യൻസ് പോലെ ഫീൽ ചെയ്തില്ല. നമ്മള് വീട്ടിലിരുന്ന് ചുമ്മാ ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടി ഇത് സ്ഥിരം പറയുന്ന ഡയലോഗ് അത് എനിക്കറിയാം. വേറെ ഇന്റർവ്യൂലും ഞാൻ ഈ ഡയലോഗ് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതെനിക്കറിയാം, മനസ്സിൽ നിന്നുള്ള വാചകങ്ങൾ മാത്രമേ മേഘന പറയാം. താങ്ക് യു മേഘന, താങ്ക് യു.